അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ ബഹുമാനിക്കണം. ബഹുമാനിക്കാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന ഒന്നാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുക. മുൻഗാമികളാണ് ഇസ്ലാം മതം ഇവിടെ പഠിപ്പിച്ചത്. അവര് പഠിപ്പിച്ചു തന്നൊരു ബഹുമാനമാണ് റളിയല്ലാഹു എന്ന് പറയൽ. ഇരിക്കട്ടെ, അതുകൊണ്ട് തന്നെ അബൂജഹലിന് ഒരൊറ്റ മുസ്ലിമും റളിയല്ലാഹു എന്ന് പറയൂല. അതേ സമയത്ത് അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു, കാരണം ഈമാനുള്ള സഹാബിയായി പോയി, മുഅ്ജിസത്ത് മുഖേന ഇസ്ലാമിലേക്ക് വന്നു. ഇതുപോലെ ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷേ അബൂജഹൽ നന്നാകുന്നില്ല. ഒരു ദിവസം ഒരാള് അബൂജഹലുമായിട്ട് ബിസിനസ്, അയാൾ ഒട്ടക അബൂജഹലിന്റെ വിറ്റ്. അബൂജഹൽ പറഞ്ഞ് പൈസ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാൻ. അവധിയായപ്പോ ചോദിച്ചോ പിന്നെ തരാൻ, പിന്നെ ചോദിച്ചോ പിന്നെ തരാൻ. സൂയിപ്പാക്കലെന്ന സാധനം അബൂജഹലല്ലേ. സംഖ്യ വാങ്ങിയിട്ട് കൊടുക്കത്തില്ല. നിങ്ങൾ ഈ ഭാഗത്ത് അങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കാത്ത മനുഷ്യന്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അബൂജഹലിന്റെ തരീഖത്ത് എന്ത് കടം വാങ്ങാൻ കൊടുക്കാൻ. ചിലരുണ്ട് കടം വാങ്ങുമ്പോൾ ഭയങ്കര ചോറ, പിന്നെ കുറെ ദിവസം കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല. അബൂജഹലിന്റെ തരീഖത്ത്. ഇരിക്കട്ടെ, അബൂജഹൽ സംഖ്യ കൊടുക്കുന്നില്ല. പലരോടും പറഞ്ഞു നോക്കി അത് മനുഷ്യൻ എന്റെ സംഖ്യ തരുന്നില്ല. അബൂജഹൽ ഒട്ടകത്തിനെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഒരാളും ഇവന്റെ പ്രശ്നം ഏറ്റെടുക്കാൻ തയ്യാറില്ല. കാരണം സാധനം അബൂജഹലല്ലേ, പോത്തിനോട് ഏതോന്നിട്ട് കാര്യമില്ല. അപ്പൊ അവസാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി. കാരണം മാനവികത ഉണർത്താൻ വേണ്ടി വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ നീതി പഠിപ്പിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയെ, അബൂജഹൽ ഒരു സംഖ്യ തരാണെങ്കിൽ സൂയിപ്പാക്കാൻ തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് പോയി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ സ്വഭാവം എന്താണ്? ഓ നബിയെ, കല്ലാലാ യുഖ്സീകല്ലാഹു അബദാ, തങ്ങളെ അല്ലാഹു ഒരിക്കലും പരാജയപ്പെടുത്തൂല. കാരണം ഇന്നക ലതസിലുർ റഹ്മ, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതസ്തുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസമുള്ളത് ഏറ്റെടുക്കുന്ന ആളാണ്. അബൂജഹലിനോട് പൈസ കൊണ്ടതിനെ കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തു. വരൂ തന്നെ കൈകൊണ്ട് പിടിച്ചു അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയി. മക്കേന്നാ, മദീനയെന്നല്ല. അബൂജഹലിന്റെ വീട്ടിൽ ചെന്ന് അബൂജഹലിന്റെ വാതിലിന് മുട്ടി. അബൂജഹൽ ഇറങ്ങി വന്നപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൈസ കൊടുക്കാനുള്ള സാധു മനുഷ്യരും. യാ അബൂജഹൽ, അബൂജഹലെ, നീ ഇയാളോട് ഒട്ടകത്തിനെ വീണ്ടും സംഖ്യ കൊടുക്കാതെ മാത്തൽ തഹു, നീ സൂയിപ്പാക്ക്. മതലുൽ ഗനിയ്യു ദുൽമുൻ, അതുകൊണ്ട് ഒരു ആശയം പറയാം. മാനവികത ഉണ്ടെന്നുണ്ടെങ്കിൽ ആശയം പറയട്ടെ. മതലുൽ ഗനിയ്യു ദുൽമുൻ, മതലുൽ ഗനിയ്യി ദുൽമുൻ, ഐശ്വര്യമുള്ളവൻ കൊടുക്കാതെ സൂയിപ്പാക്കല് അക്രമമാണ്. കയ്യിലുണ്ടാക്കി കൊടുക്കാതിരിക്കുക അത് അക്രമമാണ്. അതുകൊണ്ട് അദ്ദി ഹഖഹുൽ ആൻ, ഇപ്പൊ കൊടുക്കണം അദ്ദേഹത്തിന്റെ സംഖ്യ. നബി സല്ലല്ലാഹു നിങ്ങൾ ഉത്തരവാ, ഇപ്പൊ കൊടുക്കണം അദ്ദേഹത്തിന്റെ സംഖ്യ. അബൂജഹൽ ഒന്നും പറഞ്ഞില്ല, നേരെ അകത്ത് പോയി അത് അലമാരി തുറന്നില്ലേ, പെട്ടി തുറന്ന് സംഖ്യ മുഴുവൻ എടുത്തിട്ട് ഒരു സാധുവിനെ കഴിഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സിന്ദാബാദ് വിളിക്കാറൊന്നും നിന്നിട്ടില്ല. കാരണം അത് വേറെ അതിന്റെ ആവശ്യമില്ലല്ലോ, പ്രകോപനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ പോയിക്കൂടെ, ആവശ്യം നേടിയില്ലേ, പിന്നെ അവിടെ പ്രകോപനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചിലരുണ്ട് സുബ്ഹാനല്ലാഹ്, ജയിക്കുന്നതിന്റെ തലേ ദിവസം വരെ വന്നിട്ട് ഇങ്ങനെ പൂപ്പോയും കാണിച്ചിട്ട് എല്ലാരോടും ഇങ്ങനെ കാണിക്കും. ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ഇവനെ കൊണ്ട് റോട്ടും കൂടി പോകാനാവില്ല. ഊര കൊണ്ട് ഇങ്ങനെ ഒന്നിട്ട് ഒരു വണ്ടിയും പോകില്ല. ഇങ്ങനെ ജയിച്ചതിന്റെ ശേഷം കോലാഹലുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, സംഗതി നേടിയില്ലേ. നിങ്ങൾ അയാളെ കൂട്ടി. പക്ഷെ അബൂജഹലിന് നിൽക്ക കള്ളിയില്ല. കാരണം അബൂജഹലിന്റെ സുഹൃത്തുക്കളൊക്കെ വന്നു, അല്ല അബൂജഹലെ എന്താ സംഭവിച്ചത്, എന്താ നിന്റെ നാവന്റെ പൊട്ടനായി പോയത്? നീയല്ലേ സാധാരണ പറയില്ല മുഹമ്മദിനെ എനിക്ക് കിട്ടിയാൽ ഞാൻ അങ്ങനെ തിരിക്കും, ഇങ്ങനെ മറിക്കും, അങ്ങനെ ശരിയാക്കും ആളല്ലേ. എന്നിട്ട് നിന്റെ മുമ്പിൽ മുഹമ്മദിന്റെ പുരക്ക് വന്നിട്ട് എത്ര സുഖ പുരയിൽ വന്നപ്പോ വീട്ടിൽ വന്നിട്ട് മുഹമ്മദിനെ അനുസരിച്ച് അങ്ങനെ എന്നെ കൊണ്ടുകൊടുക്കുകയും ചെയ്ത് ഒറ്റ അക്ഷരം നീ പറഞ്ഞതുമില്ലല്ലോ, എങ്ങനെ പൊട്ടനായി പോയത് ചോദിച്ചു അബൂജഹൽ. അബൂജഹൽ, നിങ്ങളെന്നെ കുറ്റം കെടുത്തല്ല, സൂയിപ്പാക്കല്ല, പരിഹസിക്കല്ല, എന്തേ
മുഹമ്മദ് വീട്ടിൽ അയാളെ കൂട്ടി വന്നിട്ട് സംഖ്യ അങ്ങ് കൊടുക്കണോന്ന് പറയുന്നതോടുകൂടി എന്റെ വീടും ഞാൻ ഒന്നായിട്ട് കുലുങ്ങുന്നതാണ് എന്റെ അനുഭവം. ഒന്നായിട്ട് എനിക്ക് തോന്നി ഇപ്പം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഭൂമിന്റെ അടിയിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ ഉടനെ പോയി സംഖ്യ കൊടുത്തു. എന്റെ തടിയെടുത്തതാണ്, നിങ്ങളൊന്നും പറയല്ലേ. എന്നിട്ട് നന്നായോ ഈ മൊയ്‌ജിദത്തൊക്കെ കണ്ടിട്ട് ഇവ നന്നായോ? അവസാനം പറഞ്ഞതാ എന്റെ തല നീട്ടി മുറിക്ക് മുഹമ്മദ് കണ്ടു പേടിക്കട്ടെ. അപ്പൊ ഹിദായത്തിന്റെ വെളിച്ചം അത് എത്ര തെളിവ് കൊടുത്താലും അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാത്തവർക്ക് തീർച്ചയായും കിട്ടൂല. അതേ സമയത്ത് അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു മൊയ്‌ജിദത്ത് കണ്ടപ്പോൾ മുസ്ലിമായി. ഇനി നിങ്ങൾ വേറെ രണ്ട് ഖുറൈശികൾ എടുത്തോ, സഫ്വാനും അതുപോലെ തന്നെ ഉമൈർ ഇബ്നു വഹബ്. മുശ്രിക്കുകളെ കൂട്ടത്തിലുള്ള മൊരത്തരണ്ട് ഖുറൈശി മുശ്രിക്കുകളാണ്. ഖുറൈശി തറവാടന്നെ, തറവാട് വലിയ മുന്തിയ തറവാടന്നെ, പക്ഷെ കാടുത്ത മുശ്രിക്കുകൾ. ഒരു ദിവസം ഒരു യോഗം എവിടെയാ? കഅബത്തിന്റെ അടുത്താ യോഗം. ചെറിയ സ്ഥലത്തൊന്നുമല്ല. കഅബ അവരെ കയ്യിലാ താക്കോല്. ആ ഹുങ്ക് കൊണ്ടിങ്ങനെ നടക്കുക. കഅബത്തിന്റെ താക്കോല് ഞങ്ങളെ ആ ഹുങ്ക് കൊണ്ടിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഹിജ്ർ ഇസ്മായിലൊരു യോഗം, രണ്ടാൾ മാത്രമല്ല യോഗം, പ്രൈവറ്റ് യോഗം. യോഗത്തിൽ വേറെ ആരും വിളിച്ചില്ല. സഫ്വാനും എന്താ ചർച്ച? മുഹമ്മദിനെ വെട്ടി തട്ടിക്കളയാൻ എന്താ പറയുക? എവിടുന്ന്? മദീനത്തുനിന്ന്. മക്കയിലല്ല. മക്കയിൽ നിന്നാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ചിന്തിക്കുന്നതിനർത്ഥം മദീനത്തുനിന്ന്. മദീനയിൽ ആരാളുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ്. ഏത് സഹാബത്ത്? സുബ്ഹാനല്ലാഹ് കാദൂ യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു എടുക്കുമ്പോൾ ഉറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി സഹാബത്ത് ഉന്തും തിരക്കും കൂട്ടിയിട്ട് സംഘട്ടനത്തിന്റെ വക്കിലെത്തുന്നു. തിരക്കുണ്ട്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം തൊട്ട വെള്ളം കിട്ടാൻ അങ്ങനെ ബഹുമാനിക്കുന്ന സഹാബത്ത് പോരാ. ഉർവത്ത് ഇബ്നു മസ്ഊദ് എന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീക്ഷിക്കാൻ വേണ്ടി വന്നു. മുശ്രിക്കുകളുടെ പ്രതിനിധിയായിട്ട് വന്നതാ. വന്നിട്ട് മടങ്ങിപ്പോയിട്ട് പറഞ്ഞ വാചകം കൊണ്ട് സഹീഹുൽ ബുഖാരി. അതിലൊരു വാചകം എന്താ അറിയോ? വമാ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും ഫയദ്ലുഖു ബിഹാ വജ്ഹഹു വജിൽദഹു. ഒരു മുസ്ലിമിനും തള്ളാൻ പറ്റൂല. ബുഖാരിയിലെ ഹദീസാണ്. സഹാബത്ത് ചെയ്യുന്നത് എന്താണ്? ഓ മുശ്രിക്കീങ്ങളെ, മുഹമ്മദിനോട് അങ്ങനെ നടക്കൂല കേട്ടോ. കാരണം മുഹമ്മദിനെ ബഹുമാനിക്കുന്ന അനുയായികളെ കഥ കേൾക്കണോ? ലോകത്ത് ഒരു രാജാവിനെയും ഒരു പ്രജകളും അങ്ങനെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം അവിടുന്നൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ, ഓ ചെറുപ്പക്കാരെ, കാർക്കിച്ചു തുപ്പുന്നത് ഞാനും നിങ്ങളും തുപ്പുന്ന കഫമല്ല. പിന്നെയോ നല്ല നല്ല സുഗന്ധമുള്ള അത്തറാണ്. അവിടുന്ന് തുപ്പുന്ന ഉമിനീര് അത്തറാണ്. അത് സുഗന്ധമാണ്, അത് മരുന്നാണ്, സാധാരണ ഉമിനീരല്ല. അങ്ങനെയാവൂലേ? ഒരു മനുഷ്യന് സാധാരണ ഉമിനീരല്ലാത്ത വേറൊരു നീരുണ്ടാവോ? ഭൗതികവാദിയൊക്കെ സംശയ. ഭൗതികവാദികൾ എന്തിനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചർച്ച ചെയ്യുന്നു? ഞാൻ നിസ്സാരമായ ഒരു ജീവിനെ എടുക്കുക, അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ റസൂലുള്ളാഹി അവിടെ എടുക്കട്ടെ. എന്താ നിസ്സാരമായ ജീവി? മോനെ, മുഖത്തിന്റെ അടുത്തൊക്കെ വന്നാൽ കൈയോണ്ട് ഇങ്ങനെ തട്ടിക്കളയുന്ന ഒരു ജീവി ഉണ്ട്. അതിന്റെ പേരെന്താ? പൂച്ച മുഖത്തിന്റെ ഈച്ച. അപ്പോ മുഖത്തിന്റെ സമീപത്ത് വരുമ്പോ തട്ടിക്കളയുന്ന എല്ലാവരും വളരെ നിസ്സാരമായി കാണുന്ന ഒരു ജീവിയാണ് ഈച്ച. നമ്മൾ ഈച്ചനെ എടുക്കുക, മനുഷ്യനവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ അർത്ഥാത്തുനിന്ന് പശു അടക്കം അവിടെ നിൽക്കട്ടെ, മനുഷ്യനവിടെ നിൽക്കട്ടെ. മനുഷ്യരിലും മലക്കുകളിലും എല്ലാ സത്യത്തിലും ശ്രേഷ്ഠരായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ ഉന്നത സ്ഥാനത്ത്. ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യുന്നത് ഈച്ചയാണ്. ആർക്ക് വേണ്ടി? ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ, ചിന്തിക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടി. ഈച്ച സുബ്ഹാനല്ലാഹ് വളരെ നിസ്സാരമായി. ആ ഈച്ചകളെ കൂട്ടത്തിൽ ഒരു സൈസ് ഈച്ച, ആ ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് പുറപ്പെടുന്നൊരു വസ്തു, അതിന്റെ പേരെന്താ പോലെ? തേന് എന്ന് പറയുന്ന ഒരു സാധനം ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് പുറപ്പെടുന്നു. എവിടുന്നാണ് അത് വരുന്നത്? തലച്ചോട്ടിൽ നല്ല ഖുർആൻ പറഞ്ഞു വയറ്റുന്നാണ്. അങ്ങനെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നു. ശറാബുൻ, ഒരു പാനീയം. ഖുർആൻ പറഞ്ഞു ശറാബ് പാനീയം.
നാദാപുരത്ത് വന്ന് പാട്ടുപാടി മൂപ്പര് പണ്ടൊരിക്കൽ ഇവിടെ വന്നൊരു പാട്ടും പാടി പോയിട്ട് പിന്നെ ഞാൻ വന്നതിന് പിന്നെ പാട്ടുപാടാൻ വന്നു. അപ്പൊ ആ പാട്ടുപാടുന്ന ചങ്ങാതി അർത്ഥം വെച്ചൊരു ഷറാബിന് അർത്ഥം വെച്ചത് കള്ള്. അങ്ങനെയാണ് പിന്നെ തേര് കള്ളാൻ ഷറാബുന്നൊരു പാനീയം. എങ്ങനത്തെ പാനീയം അല്ല പറയാണ്, അതിന്റെ വയറ്റിൽ നിന്നൊരു പാനീയം പുറപ്പെടുന്നു. മുഖ്തലിഫുൻ അൽവാനു, വ്യത്യസ്ത കളറാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വസ്തുവിന്റെ ബഹുമാനം? ഖുർആൻ പറയുന്നു ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതിൽ മനുഷ്യന്മാർക്ക് രോഗശമനമുണ്ട്. ഞാനിപ്പോ നമ്മളെ ദാരിം ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് മരുന്ന് കുടിച്ചു. എന്ത് മരുന്ന്? ആര്യവൈദ്യന്മാരെ മരുന്നാണ്. കുമാരൻ ഡോക്ടർ എഴുതിയതാണ്. കുമാരൻ ഖുർആൻ ഓതിയിട്ടില്ല, തഫ്സീർ ഓതിയിട്ടില്ല. അയാൾ പറയുന്നത് അതാ ഈ ഗുളിക തേനിൽ തഴച്ചു കുടിക്കണം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആര്യവൈദ്യന്മാരെ മരുന്നാണ്ട് നാലാൾ അറിയാണ്ട് കുടിക്കാൻ കഴിയില്ല. സഹോദരന്മാര്, 4 മദ്ഹബല്ലേ? ഒന്ന് ആര്യവൈദ്യം, ഒന്ന് അലോപ്പതി, ഒന്ന് ഹോമിയോപ്പതി, ഒന്ന് യുനാനി. 4 മദ്ഹബാണ്, 4ഉം ഹഖാണ്. 4 ചികിത്സ ചെയ്താലും രോഗശമനമുണ്ടാകും. പക്ഷെ ആരും അതേ പഥ്യവും ആര്യവൈദ്യന്റെ മരുന്നാക്കി ചികിത്സ തുടങ്ങരുത്. അപ്പൊ കബറാദ്യം കുഴിച്ചു വെക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, അതുപോലെ പകുതി ഹനഫി മദ്ഹബും പകുതി ശാഫി മദ്ഹബുമായി നിസ്കരിക്കരുത്. ഒരു ഡോക്ടറും ഒരു ചികിത്സയും. അതാണ് ബുദ്ധി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന് കുമാരൻ ഡോക്ടറെ മരുന്ന് കുടിക്കുമ്പോ തേന് ചേർത്തു ഞാൻ ദാരിം ഉസ്താദിന്റെ വീട്ടിൽ നിന്ന്. എന്തേ കാരണം? കുമാരൻ ഡോക്ടർ ഖുർആൻ ഓതിയതല്ല, വൈദ്യശാസ്ത്രത്തിൽ പഠിച്ചതാണ്. തേന് വലിയ രോഗശമനം ഉണ്ടാക്കുന്ന വസ്തുവാണ്. എന്താ ഇത് സാധനം? എന്താ ഇത് സാധനം? സാധനം എന്ത് പറയാനാ? ഒരു ഈച്ചയുടെ ബോഡി വേസ്റ്റ്, ഈച്ചയുടെ ബോഡി വേസ്റ്റ്, ഈച്ചയുടെ ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സാധനം, ഈച്ചയുടെ ബോഡി വേസ്റ്റ്. ഈ ബോഡി വേസ്റ്റ് സുബ്ഹാനല്ലാഹ് എല്ലാ കുമാരനും കണാരനും എല്ലാ മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നക്കുന്നു. എല്ലാരും നക്കുന്നു, എല്ലാരും കുടിക്കുന്നു, എല്ലാരും രോഗശമനം ഉണ്ടെന്ന് പറയുന്നു. എന്തേ കാരണം? കാരണം പറയാൻ കഴിയുന്നില്ല ആർക്കും. കാരണം ചോദിക്കൂ മുസ്ലിം പണ്ഡിതന്മാരോട്. ഞങ്ങൾ പറഞ്ഞു എന്റെ കാരണം. എന്താ കാരണം? അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വേറെ എവിടെയും മറുപടി കിട്ടൂല. ഖുർആനിൽ കിട്ടും. എന്താ കാരണം? തേനീച്ചക്ക് റബ്ബ് വഹി അറിയിച്ചു. ഇത് സാധാരണ ഈച്ചയല്ല, വഹി കിട്ടുന്ന ഈച്ചയാണ്. വഹി കിട്ടിയ ഈച്ചയാണ്. ഏത് വഹി? ഫസ്റ്റ് ഗ്രേഡ് വഹിയല്ല. അമ്പിയാക്കൾക്ക് കിട്ടുന്ന വഹി ഫസ്റ്റ് ഗ്രേഡ് വഹിയാണ്. മലക്കുകൾ മുഖേനയുള്ള വഹി ഇത് സെക്കൻഡ് ഗ്രേഡ് വഹിയാണ്. അതിന് ഇൽഹാം എന്നാണ് പണ്ഡിതന്മാര് പറയാ. അത് ഔലിയാക്കൾക്ക് കിട്ടുന്ന വഹിയാണ്. മൂസാ നബിന്റെ ഉമ്മാക്ക് നമ്മൾ വഹി അറിയിച്ചു എന്ന് ഖുർആൻ. ഒരൊറ്റ പെണ്ണിനെയും റസൂലാക്കി അയച്ചിട്ടില്ലെന്നും ഖുർആൻ. അപ്പോ മൂസാ നബിന്റെ ഉമ്മാരാ? മൂസാ നബിന്റെ ഉമ്മ വലിയത്താണ്. വലിയത്തായ ആ പെണ്ണിന്റെ മനസ്സിൽ കൊടുത്ത വിവരത്തിനാണ് ഖുർആൻ വഹി എന്ന് പറഞ്ഞത്. അതുപോലെ തേനീച്ചയുടെ ഖൽബിൽ അല്ലാഹു തആല വഹി കൊടുത്തു. ആ വഹി തേനീച്ചക്ക് കിട്ടിയപ്പോൾ ആ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് തൊള്ളയിലൂടെ പുറപ്പെടുന്ന ഉമിനീര്, അല്ലെങ്കിൽ തൊള്ളയിലൂടെ പുറപ്പെടുന്ന പാനീയം, അത് സാധാരണയല്ല. അതിന് വല്ലാത്ത മധുരമാണ്, അതിന് രോഗശമനമാണ്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈച്ചയുടെ കൂട്ടത്തിൽ ഇത്രയും വലിയ പ്രത്യേകതയുള്ള ഈച്ച ഉണ്ടാകാം എന്ന് നിന്റെ ബുദ്ധി പറയുന്നുണ്ടെങ്കിൽ, നിന്റെ തലച്ചോറ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ചിന്തക്കഥ അതുമായി തോന്നുന്നില്ലെങ്കിൽ, ചോദിക്കട്ടെ, സർവ സൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ, എല്ലാ സൃഷ്ടികൾക്കും നിമിത്തമായ റഹ്മത്തുൽ ലിൽ ആലമീൻ, ആ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബോഡിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മറ്റൊരു സൃഷ്ടിയുടെ ബോഡിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പോലെ, മറ്റൊരു മനുഷ്യന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ കണക്കാക്കാമോ? ഒരു ഈച്ച
ശാസ്ത്രം കൂടി പഠിക്കാതെ, ഒരീച്ച ശാസ്ത്രം പോലും അറിയാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ് പുത്തൻവാദികൾ റസൂലുള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ സുഹൃത്തുക്കളെ കൂടുതൽ പഠിക്കാത്ത പലരും അവരുടെ വഞ്ചനയിൽ പെട്ടുപോയി. പടച്ച റബ്ബ് ചിന്തിക്കാനുള്ള മനസ്സ് സർവ്വ ജനങ്ങൾക്കും നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ പറയണം, അതാ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി തേനീച്ചക്ക് ഈ ബഹുമാനം എവിടുന്ന് കിട്ടി?